എടുക്കാനിരിക്കുമ്പോ ഇതാരാ? ഇവനോ? എന്താടാ? എടാ ആംബ്രോസേ, അൻമരിയ വന്ന് പിന്നെ കുറെ കാശ് തന്നടാ. ആണോ? പുതിയ കൊട്ടേഷൻ ആണോടാ? നീ കാശ് വാങ്ങിച്ചോ? എടാ ഇത് അതൊന്നും അല്ലടാ. നീ ആദ്യം ഇങ്ങ് പെട്ടെന്ന് വാ, രണ്ടെണ്ണം അടിക്കാം. അതിനെന്തോ? നീ നേരെ ദൈവസഹായം ബാറിലോട്ട് വാ. എടാ ഒരു മിനിറ്റ്, അവിടെ ആ കൊച്ചിന്റെ അമ്മയാന്നാ തോന്നുന്നേ. ഇപ്പൊ വിളിക്കാം. ഗിരീഷ് തിരക്കിലാണോ? അല്ല മേഡം. ആൻ രാവിലെ തന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞ് കാശ് മേടിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗിരീഷിന് തരാനായിരിക്കുന്നു. അവളുടെ ചെറിയ സേവിങ്സ് മൊത്തം അതിലുണ്ട്. അത് സാരില്ല ഗിരീഷ്, അത് വെച്ചോളൂ. മോളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവക്കൊരാവശ്യം വന്നപ്പോൾ അറിഞ്ഞോ അറിയാതോ ഗിരീഷിന് വരേണ്ടി വന്നത്. ഗിരീഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരട്ടെ? വേണ്ട മേഡം. മോള് വിളിച്ച വാടകയുണ്ടെങ്കിൽ അമ്മ പൈസ തരാന്നൊന്നും വിചാരിക്കണ്ട. എന്റെ ശ്രദ്ധക്കുറവ് കാരണം ഗിരീഷിനുണ്ടായ ബുദ്ധിമുട്ട് അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കണ്ടാൽ മതി. കുഴപ്പമില്ല മേഡം. പോട്ടെ എന്നാ. പിന്നെ ഒരു കാര്യം കൂടി, ഗിരീഷിന് മോളെ കാണരുത്. യു മൈറ്റ് ബിക്കം എ ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ ഹർ. പ്ലീസ്. എന്റെ കർത്താവേ, ഇതുപോലെ ആരെങ്കിലും സാധാപ കാശോ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നും കാശ് കൊണ്ടു തന്നാ മതിയായിരുന്നു ഇല്ലേ? ഗിരീഷ്, ബാറ് പൂട്ടാറായി. രാവിലെ വന്നില്ലേ? വെറുതെ അല്ലല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. ഇറങ്ങി പോടാ. ഹലോ, ഉടക്കാതെ സ്ഥിരം കേൾക്കണ തന്നെ നാറികളൊക്കെ. അവൻ എന്നെ തെറി പറഞ്ഞടാ. എടാ ആംബ്രോസേ, എന്തോ? നമ്മൾ ജീവിതത്തിൽ എത്ര ആൾക്കാരെ പറ്റിച്ചു കാണും? 900,000. ആ 900,000 പ്രാവശ്യം തോന്നാത്ത ഒരു കാര്യം എനിക്കിപ്പോ തോന്നി. എന്തോന്ന്? മനസാക്ഷി കുത്ത്. എന്നാ കുത്താ? എനിക്ക് ആ കൊച്ചിന്റെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണം. എടാ നാളെ പൂസ് ഇറങ്ങുമ്പോ ഈ മനസാക്ഷി കുത്തൊക്കെ ഇറങ്ങി പോടാ. ഇരുന്ന് കള്ളുടിയടാ. ഇതങ്ങനെയൊന്നും ഇറങ്ങിപ്പോവില്ല. ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പറ്റിക്കുന്ന ഇത് ആദ്യമായിട്ടാ. അന്ന് തല്ലുകൊണ്ട് കിടന്നപ്പോൾ അവളെ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിലെത്തിക്കാൻ. നീ ഓട്ടോ ഓഫ് പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടില്ലേ? പറ്റിച്ചെന്ന് മനസ്സിലായിട്ടും അത് പിന്നെയും കാശ് കൊണ്ട് തന്നു. പാവം. അതിൻ്റെ അപ്പം വാങ്ങി കൊടുത്ത സമ്മാന മൊബൈല്. അതിനെ പറ്റിച്ച അത് ദൈവം പോലും പൊറുക്കില്ല. എടാ ഗിരീശേ, എടാ നില്ലടാ. എടാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാടാ. എടാ നോട്ട് ഫോറിന്റെ പൗച്ച് വന്നാ? ഇന്നലെ വന്നു. എടുത്തു ചേട്ടാ, ഈ ഫോണൊന്നും വെള്ളത്തിൽ പോയി. ഇപ്പൊ ഓണാവണില്ല. ഓണാക്കിയാ? ഇല്ല, ഓണാക്കിയില്ല. ഓണാക്കണോ? ഓണാക്കരുത്. എടാ വെള്ളത്തിൽ പോയ ഫോൺ ഒരിക്കലും ഓണാക്കരുത്. അത് നമ്മള് ചേട്ടാ, നമ്മള് ഈ വെള്ളത്തിൽ പോയ ഫോൺ ഉണ്ടല്ലോ, നമ്മള് സക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വെള്ളം എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇതെങ്ങനെയാ വെള്ളത്തിൽ പോയത്? ഞാനിങ്ങനെ വാഷ് ബേസിൽ കുനിഞ്ഞപ്പോഴേ പോക്കറ്റ് നേരെ ക്ലോസറ്റിൽ പോയി. എടാ, നീ ആ സുഗുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ എന്താ ചെയ്തേ? സുഗുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ എന്താ ചെയ്തേന്ന്? സുഗുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ മേടിക്കാൻ വന്നേക്കണം. പറയടാ. അത് ഞാൻ വിറ്റി. അതുകൊണ്ടുണ്ടായ നഷ്ടം ഞാൻ അതുകൊണ്ട് തന്നെ തീർത്ത്. എന്തേ? ഒന്നുമില്ല, എനിക്ക് ആ ഫോണും തിരിച്ചു വേണം. നീ അതാർക്കാ വിറ്റേ? ഇപ്പൊ കിട്ടും. നല്ല ഒന്നാമതൊരു മോന അതുകൊണ്ട് വെക്കണത്, അറിയാമോ? ആര്? മതജോ, അവധി പറയാനാന്ന് നീ വിളിക്കണ്ട കേട്ടോ. നടക്കുകയല്ല എന്റെ പൊന്നു മതച്ചാ, നടക്കുകയല്ല. ഞാൻ കമ്പനിയിലെത്തി, പിന്നെ വിളിക്കാം. ആഫീസിലോട്ട് വാടാവേ. ഇതൊക്കെ ഇവിടെ വെച്ചാന്നോ പറയുന്നത്? ഓ എന്നതാ ഉഷാദേ, നമ്മുടെ ആനച്ചേട്ടൻ്റെ അടുത്ത് പുതിയൊരു ആന. നീ ആ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ് കുറെ കാലം എന്നെ പറ്റിച്ചതാ കേട്ടോ. നീ ആനക്കാരും പറഞ്ഞ് എന്റെ കണ്ണുമെട്ടത്ത് വന്നു പോലും. ഇതാരാടാ പോയി?
ആ എനിക്കറിയാമല്ല. നീ ഏതാടാ കുഞ്ഞേ? എന്നതാ വേണ്ടേ? ഞാൻ സാറിനൊന്ന് കാണാവുന്നതാ. സാർ അതിനിവിടെ സാറന്മാരും ഇല്ലല്ലോ. സാറിനെ ഓ, നീ എന്നെയാണോ സാറേ എന്ന് വിളിച്ചേ? എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാട്ടെ, സാറിന് പോയിട്ട് ഒരുപാട് കാര്യമുള്ളതാ. ഞാൻ സാറിന്റെ ഈ മൊബൈൽ വാങ്ങാൻ വന്നതാ. ഈടാ, പാവപ്പെട്ടവൻ ഒരു മൊബൈൽ മേടിച്ചപ്പോ എന്താ പിറ്റേന്ന് കാലത്ത് തന്നെ അത് വാങ്ങാൻ ആള് വന്നിരിക്കുന്നു. ആട്ടെ, നീ ഇതിന് എന്നാ തരും? എന്റെ കയ്യില് കാശൊന്നുമില്ല. പിന്നെ സ്വർണ്ണമായിട്ടാ? ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് വീട്ടിൽ കൊള്ളാം. നീ ആള് കൊള്ളാലോടാവേ. എന്നതാ പേര്? ഗിരീഷ്. എവിടാ താമസിക്കുന്നേ? ലക്ഷം വീട് കോളനി. എവിടാ? ലക്ഷം വീട് കോളനി. ലക്ഷം വീട് കൊള്ളില്ലാന്നോ? ആ, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഈ പെരുങ്കുടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ ഇല്ലേ, ഞാനിതൊക്കെ നിന്റെ പേർക്ക് അങ്ങ് എഴുതി തരട്ടെയോ? നീ എന്നാലും ജോലി അതങ്ങ് വീട്ടിയാ മതി. പോയി എവിടെയെങ്കിലും പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കടാവേ. എന്നിട്ടേ കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ കേട്ടോ. ചെല്ലു പോരാവേ. കൊള്ളാവല്ലോ, എന്നാ ഡിമാൻഡാ. കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. Excuse me, what a recharge for like 100 rupees? ആ ഇംഗ്ലീഷാ അറ്റൻഡ് ചെയ്തത്. എടാ ഗിരീഷേ, നീ കുറെ നേരം കുറ്റി അടിച്ചോണ്ടിരിക്കണത് എന്തായി? സാബു, ഈ ഐഫോൺ 6 എന്താ വില? എന്തിനാടാ? വിൽക്കാനാണോ? മേടിക്കാനാ. മേടിക്കാനാ? മേടിക്കണ കാര്യമൊന്നും നീ പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് നല്ലോണം കിട്ടിയില്ല ലാസ്റ്റ്. നല്ല തല്ലി. എടാ ഇത് അങ്ങനല്ലടാ. നീ ഒരു ഫോൺ എനിക്ക് ഇൻസ്റ്റാൾമെന്റ് താ. എൻ്റെ ഗിരീഷ് നിന്ന് മെനക്കെടുത്താണ്ട് പോയേ. എനിക്ക് ഇൻസ്റ്റാൾമെന്റ് വെച്ചോടൊന്നും ഇല്ല ഇവിടെ. പിന്നെ നീ ആയതുകൊണ്ട് മാക്സിമം ഒരു 5000 രൂപയുടെ ഫോൺ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് തരാം. എടാ നീ അത് ഒന്നും പറയണ്ട, ഐഫോണിന്റെ കാര്യം നടക്കൂല. ഇഷ്ടം Kumalangi. ആ കൊച്ചിനെ പറഞ്ഞോളൂ, എന്നെ വീട്ടിൽ അന്വേഷിക്കുമല്ല. 50 രൂപ റീചാർജ് ചെയ്ത് വന്നിട്ട് 50,000 രൂപ വർത്താനോ? മോളെ ഈ വളം കടിക്കുന്ന ഫോൺ എടുത്തിട്ട് പോയേ. That's rude, man. Rude. എടാ ഐഫോണിൽ നോട്ടോടണ്ടാ, ഇവിടെ CCTV ഒക്കെ ഉള്ളതാ. ഓ നിങ്ങൾ സർക്കാരിനോട് പോയി പരാതി പറയാവേ. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ വെള്ളം അടിക്കുന്ന ബാറുകളൊക്കെ സർക്കാർ പൂട്ടിയില്ലയോ? ബേബി ഞാൻ ഇറങ്ങുവാന്നേ. ശരി വെച്ചാ സാറടിച്ചോ? വളരെ നിന്നെ കാണാതിരുന്ന കാറ് ചുമക്കുന്നു. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. ഞാൻ നീ അല്ലേടാ രാവിലെ ആ ഫോണും ചോദിച്ചോണ്ട് വന്ന അല്ലേ? നിന്നോട് ഞാൻ മലയാളത്തിലല്ലോടാ രാവിലെ പറഞ്ഞ തരത്തില്ല. അല്ല സാറേ, മിണ്ടരുത്, പോടാ. സാർ ഇവിടെ വാ. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? നീ ഇത് കരുതുന്ന പോലെ സാധാരണ വണ്ടിയല്ല. ഓടിക്കോ? ഞാൻ ഓടിക്കാം സാർ. എന്നാ നീ ബേബി ഞാനൊന്ന് വീട്ടിൽ കൊണ്ടാക്കാം.